ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെക്ഷനാണ് നോക്കുന്നത്. വെക്റ്റർ സ്പേസ് ആൻഡ് സബ്സ്പേസ് ആണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെട്രിക്സ് തിയറി ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് എക്സ് വൈ ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് എഫ് ബി ദ ഫീൽഡ് ഓഫ് റിയൽ നമ്പേഴ്സ്. Which of the following operations give vector as a vector space over real numbers? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് വെക്റ്റർ സ്പേസ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ടൊരു 3 കണ്ടീഷൻസ് നോക്കാൻ നമ്മൾ ഓർക്കുക. 0 + v എന്ന് പറയുന്നത് എന്ത് കിട്ടണം? v കിട്ടണം. 1 × v എന്ന് പറയുന്നത് v കിട്ടണം. പിന്നെ ഒരു റൂള് പറയാം, അത് ആ ഓപ്ഷൻ വെച്ചുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ x1 y1 അങ്ങനെ തന്നെ എടുത്തു. x2 y2നെ ഞാൻ 0 0 ആയിട്ട് എടുത്താൽ എനിക്ക് വരേണ്ടത് എന്താണ്? x1 അതുപോലെ തന്നെ y1 ആണ് വരേണ്ടത് അല്ലേ? അതായത് x1 + 0, y1 + 0 അല്ലെങ്കിൽ x1 + x2, y1 + y2 ആണ് വരേണ്ടത്. അങ്ങനെയാണോ ഇവിടെ വന്നേക്കുന്ന? അല്ല. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് 1 × x1 y1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? x1 y1, അതായത് c x1, c y1 അങ്ങനെയാണോ? അപ്പോൾ അതും അല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ഇത് വയലേറ്റ് ചെയ്തു, സെക്കൻഡിൽ ഇത് വയലേറ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ, സ്കെയിലാർ ഇൻറ്റു ഈ പറയുന്ന x1 y1 = നോൺ ലീനിയർ ആണെങ്കിൽ അതൊരിക്കലും വെക്റ്റർ സ്പേസ് അല്ല എന്ന് ഓർത്തിരിക്കാം. അതായത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. അങ്ങനെ നോക്കുന്നതിനേക്കാൾ ബെറ്റർ ഇവിടെ സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി നോൺ ലീനിയർ ആണെങ്കിൽ അതൊരിക്കലും എന്താവത്തില്ല? വെക്റ്റർ സ്പേസ് ആവത്തില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ v/f ഫീൽഡ് എപ്പോഴും സ്മോൾ ആയിരിക്കണം, v എപ്പോഴും വെക്റ്റർ സ്പേസ് എപ്പോഴും ബിഗ് ആയിരിക്കണം. പിന്നെ ഇതും കൂടി ഓർത്തിരിക്കുക, q ഈസ് കണ്ടെയ്ൻഡ് ഇൻ r, കണ്ടെയ്ൻഡ് ഇൻ c. q ആണ് ഏറ്റവും ചെറുത്, അതിനേക്കാളും വലുത് r, അതിനേക്കാളും വലുത് c. അപ്പോൾ ഇവിടെ c/the ഫീൽഡ് c, കുഴപ്പമില്ല. ഇവിടെ r/the ഫീൽഡ് q. ഇവിടെ r എന്താണ്? ബിഗാണ്, q എന്ന് പറയുന്നത് സ്മോൾ ആണ്, ഇതും കുഴപ്പമില്ല. ഇവിടെ r എന്ന് പറയുന്നത് ബിഗാണ്, r എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? c-നെ വെച്ച് നോക്കുമ്പോൾ സ്മോൾ ആണ്, c എന്ന് പറയുന്നത് ബിഗാണ്. ഈ ഒരു പോസിബിലിറ്റി പറ്റുമോ? ഇല്ല. അതായത് r/c, ഇവിടെ c എന്താണ്? ബിഗാണ്. ഇനി ഇവിടെയാണെങ്കിൽ ഇവിടെ c എന്ന് പറയുന്നത് ബിഗാണ്, r എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്മോൾ ആണ്. ഓക്കെ, അതായത് c/r, r എന്താണ്? സ്മോൾ ആണ്, c എന്ന് പറയുന്നത് ബിഗാണ്. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ തെറ്റ് ഇത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് v = r3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സ്പേസ് ഓഫ് v. അപ്പോൾ സബ്സ്പേസ് ആണോ നോക്കാനായിട്ട് നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന a b c എലമെൻ്റ് ഓഫ് ഏതെങ്കിലും സെറ്റ് അത് റിമൂവ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ബിക്ക് 0 ഇട്ട് കൊടുക്കുക, സിക്കും 0 ഇട്ട് കൊടുക്കുക. 0 + 4 × 0 എന്താണ്? 0 കിട്ടുന്നുണ്ട്, അത് ഓക്കെ. ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 = 1 + 0, 0 = 1. അതായത് എന്താണ്? ഇവിടെ നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31, ലെറ്റ് v = r³ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സ്പേസ് ഓഫ് v എന്നാണ് ചോദിച്ചേക്കുന്നത്. സബ്സ്പേസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. അതായത് എന്താണ് ഈ പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇപ്പോൾ a, b, c എലമെൻ്റ് ഓഫ് സം സെറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്? അതൊന്നും സബ്സ്പേസ് ആവത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക,
ലീനിയർ വിത്ത് നോൺ സീറോ കോൺസ്റ്റൻസും എന്തല്ല, സബ്സ്പേസ് അല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വൺ സബ്സ്പേസ് ആവുമോ? ഇല്ല. സെക്കൻഡ് വൺ സബ്സ്പേസ് ആവുമോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമോ? ഇല്ല. ഇവിടെ നോക്കിക്കേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമോ? ഇല്ല. ഇത് നോക്കിക്കേ, ഇത് ലീനിയർ ആണ്. ഇവിടെ നോൺ സീറോ കോൺസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ നോക്കിക്കേ, ഇത് ലീനിയർ ആണ്, അതായത് എ മൈനസ് ബി മൈനസ് 1 ഈക്വൽ ടു 0 ലീനിയർ ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു നോൺ സീറോ കോൺസ്റ്റൻറ്റ് വന്നേക്കുക അല്ലേ? അപ്പോൾ നമുക്ക് അതെന്ത് പറയാൻ പറ്റില്ല, സബ്സ്പേസ് ആണ് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്റ്റേഴ്സ് ആൽഫ ഈക്വൽ ടു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഫോം സബ്സ്പേസസ്? ഏതാണ് ഇതിൽ സബ്സ്പേസ് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A2 മൈനസ് A1 സ്ക്വയർ. ഇത് ലീനിയർ ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ വരുമോ? ഇല്ല. ഇനി ഇവിടെ A1 ഡോട്ട് A2 ലീനിയർ ആണോ? സപ്പോസ് A1 A2 ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? A1 സ്ക്വയർ വരത്തില്ലയോ? അപ്പോൾ ഇത് ലീനിയർ ആണോ? അല്ല. ഇനി ഇത് ലീനിയർ അല്ലേ? ലീനിയർ ആണ് വിത്ത് സീറോ കോൺസ്റ്റൻസ്, അല്ലെങ്കിൽ വിത്തൗട്ട് നോൺ സീറോ കോൺസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ടോ? നോൺ സീറോ കോൺസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇതെന്താകും? സബ്സ്പേസ് ആകും. പക്ഷേ ഇവിടെ നോക്കിക്കേ, ലീനിയർ ആണ് ബട്ട് ഇറ്റ് ഹാവ് എന്താണ്? നോൺ സീറോ കോൺസ്റ്റൻസ്. അപ്പോൾ ഇതെന്താകത്തില്ല? സബ്സ്പേസ് ആവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് V is a vector space of 2x2 matrix over R, which one is a subspace of V? അതായത് മെട്രിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഓപ്ഷനിൽ വന്നേക്കുന്നത്. അപ്പോൾ അതിലേതാണ് സബ്സ്പേസ്, ഏതൊക്കെ മെട്രിക്സ് ആണ് സബ്സ്പേസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇവിടെ എന്താണ് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? സീറോ എന്ന് പറയുന്ന ആൾ അവിടെ കാണണം. ഓക്കെ, എന്നാൽ മാത്രമാണ് എന്ത്, അതൊരു സബ്സ്പേസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ആൽഫയും ബീറ്റായും നമ്മൾ എടുത്തു, വിയിൽ നിന്ന് എടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ വിയിലുണ്ടെങ്കിൽ അതൊരു സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ സം സ്കെയിലാർ എടുത്തു, ഓവർ ഏതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ആറല്ലേ? ആറിൽ നിന്നൊരു സ്കെയിലാർ എടുത്തു ഇൻറ്റു ആൽഫ ചെയ്യുമ്പോൾ കിട്ടുന്നത് വിയിലുണ്ടെങ്കിൽ എന്താണ്? സബ്സ്പേസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ നോർമലി നോക്കുന്ന 3 ഇക്വേഷൻസ്, 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നും നമ്മൾ എന്താണ് ട്രിക്കാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, W1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ മെട്രിക്സ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനൻറ്റ്. അതായത് കുറേ മെട്രിക്സിൻ്റെ കളക്ഷനാണ്. ഒരു പ്രത്യേകതയുണ്ട്, അവരുടെയൊക്കെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കുമ്പോൾ നോൺ സീറോയാണ്. ഓക്കെ, സീറോ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും അതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് ചിന്തിക്കും. ഒരു കാര്യം ഓർക്കുക, അതായത് സീറോ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും എന്തായിരിക്കും? സീറോ മെട്രിക്സ് ആണോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു സീറോയാണ്. നമ്മൾ പറഞ്ഞു ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ അവിടെ ആര് കാണണം? ഒരു സീറോ കാണണം. ഇപ്പോൾ മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു സീറോ മെട്രിക്സ് കാണണം. അപ്പോൾ ഇവിടെ ആ ഒരു സീറോ മെട്രിക്സ് ഉണ്ടോ? ഇല്ല. കാരണം എന്നാ? ഇവിടെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു സീറോ ഉള്ള ഒരാൾ പോലും ഇല്ല. അപ്പോൾ നമ്മുടെ സീറോ മെട്രിക്സ് ഉണ്ടോ ഇതിൽ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ W2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു എ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇപ്പോൾ ലീനിയർ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് ലീനിയർ ആണോ? അല്ല. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് കളയാം. ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ എ ആണ്, എ ബി, ഇവിടെ സി ഇല്ല. ഓക്കെ, W3 ഈക്വൽ ടു മെട്രിക്സ് A0 0 B A B എലമെൻ്റ് ഓഫ് R. അപ്പോൾ ഈ A B എലമെൻ്റ് ഓഫ് R, അപ്പോൾ എക്കും ബിക്കും 0 വരാലോ. അപ്പോൾ നമുക്കൊരു സീറോ മെട്രിക്സ് കിട്ടൂലേ? അപ്പോൾ
നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സബ്സ്പേസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ ഏതാണ്, അതായത് എന്താണ്, ഒരെണ്ണം കളയാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെച്ച് കളഞ്ഞു പോകണമെങ്കിൽ പിന്നെ നമ്മൾ അടുത്തതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് V is a vector space of all square matrix over R. ഓക്കെ, വിച്ച് വൺ ഈസ് നോട്ട് എ സബ്സ്പേസ് ഓഫ് V എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് സബ്സ്പേസ് അല്ലാത്തതെന്നാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? A ഈക്വൽ ടു A ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ A ഈക്വൽ ടു A ട്രാൻസ്പോസ്. ഇപ്പം അതിൽ ഡെഫിനറ്റ്ലി എന്താണ്? സീറോ മെട്രിക്സ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഇതിൻ്റെ ട്രാൻസ്പോസും 0 തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ അടുത്ത ക്രൈറ്റീരിയൻ കൂടി നോക്കുവാണെങ്കിൽ, ഇപ്പോൾ 1 2 2 1 ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഇത് തന്നെയാലോ അല്ലേ? അപ്പോൾ ഇതുപോലെ 2 എലമെൻറ്റ്സ് എടുക്കാവേ. A ഈക്വൽ ടു A ട്രാൻസ്പോസ് വരുന്ന ഒരു എലമെൻറ്റും കൂടി എടുക്കാം. 1 3 3 അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 0 ഇടാം. ഓക്കെ, ഇനി ഇതിൻ്റെ ജസ്റ്റ് സം നോക്കുവാണെങ്കിൽ 1 4 1 5 5 1. A ഈക്വൽ ടു A ട്രാൻസ്പോസ് തന്നെയല്ലേ വരുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ എന്താണ്, നമ്മൾ ആൽഫ ബീറ്റ ബിയിൽ നിന്ന് എടുത്തു, സമ്മും എവിടെ തന്നെയുണ്ട്? ബി തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സപ്പോസ് ഈ ആൽഫനെ നമ്മൾ എടുത്തു, ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ പോട്ടെ, സ്കെയിലാർ എന്ന് പറയുമ്പോൾ ഒരു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 1 2 2 1. നമുക്ക് റിസൾട്ടൻ്റ് കിട്ടിയേക്കുന്നത് -1 -2 -2 -1. ഓക്കെ, അതും എവിടെ തന്നെയുണ്ട്? വി തന്നെയുണ്ട്. കാരണം ഇതിൻ്റെ ട്രാൻസ്പോസ് ഇത് തന്നെയാണ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ പറ്റും, സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി കളക്ഷൻ ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? 0 ആണ്. അതായത് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത് എന്താണ്? A ഈക്വൽ ടു -A ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്താവണം? 0 ആവണേ. പിന്നെ അതായത് ഇതിപ്പോൾ A11, ഇത് A12, ഇത് A21, ഇത് A22 ആലോ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ A12 അതിൻ്റെ നേരെ തല തിരിഞ്ഞാണ് A21. ഇവരെപ്പോഴും എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. അതായത് ഇവിടെ -1 ഇട്ടാൽ ഇവിടെ 1 വരും. ഇപ്പോൾ ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയി. ഓക്കെ, വേറൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതുവാണെങ്കിൽ, ഇതിപ്പോൾ സ്ക്യൂ സിമെട്രിക് ആണേ. വേറൊരു സ്ക്യൂ സിമെട്രിക് എഴുതുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഡയഗണൽ 0 ആവണം. ഇവിടെ -2 ഇട്ടാൽ ഇവിടെ 2. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് കാണാം. സം കാണുമ്പോൾ 0 -1 1 0. ഇതെന്ത് തന്നെയാണ്? സ്ക്യൂ സിമെട്രിക് തന്നെയാണ്. ഇനി നമ്മളൊരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ഓർത്തോ, നമുക്ക് എന്താണ്? -1 ഇരിക്കട്ടെ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 -1 1 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 1 -1 0. എങ്ങനെ പോയാലും ശരിയാവണില്ല. ഇതും എന്താണ്? സ്ക്യൂ സിമെട്രിക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്? സബ്സ്പേസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതണേന്നുള്ള കാര്യം എന്താണ്? മനസ്സിലാക്കി വെക്കുക. ഇനി കളക്ഷൻ ഓഫ് ഓൾ സിംഗുലാർ മെട്രിക്സ്. സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇവിടെ നമുക്ക് ജസ്റ്റ്
എ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആകുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. 1 0 0 2. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോക്കുമ്പോൾ 1 × 0 0 മൈനസ് 2 × 0 0 0 ആണ് ഡിറ്റർമിനൻ്റ് കിട്ടുന്നത്. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 0 2 1 അല്ലെങ്കിൽ 0 1 ഉണ്ട്. 2 തന്നെ എടുക്കാം. അപ്പോൾ നോക്കിക്കേ 0 × 2 0 മൈനസ് 2 × 0 0. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാവേ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1 + 0 1 0 + 0 0 2 + 2 4 0 + 2 2. അപ്പോൾ നോക്കിക്കേ 1 × 2 2 2 മൈനസ് 4 × 0 വിച്ച് ഈസ് ഈക്വൽ ടു 2 നോട്ട് ഈക്വൽ ടു 0. ഇതെന്തായിട്ടാണ് കിട്ടിയേക്കുന്നത്? നോൺ സിംഗുലർ മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാണോ? അല്ല. ഇനി കളക്ഷൻ ഓഫ് ഓൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി വേറൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ആഡ് ചെയ്യുമ്പോൾ 0 3 0 0 എഗെയിൻ ഈസ് എൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ എന്താണ്? ഈ ഓപ്ഷനും ശരിയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക, കളക്ഷൻ ഓഫ് ഓൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വന്നാലും എന്താണ്? സബ്സ്പേസ് ആണ്. പക്ഷേ കളക്ഷൻ ഓഫ് ഓൾ ട്രയാങ്കുലർ മെട്രിക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സബ്സ്പേസ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കളക്ഷൻ ഓഫ് ഓൾ സിംഗുലാർ മെട്രിക്സ് എന്താണ്? സബ്സ്പേസ് അല്ല. കളക്ഷൻ ഓഫ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എന്താണ്? സബ്സ്പേസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is subspace of polynomial function space over R? ഓക്കെ, പോളിനോമിയലിൽ സബ്സ്പേസ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ W1 = സെറ്റ് ഓഫ് പോളിനോമിയൽ വിത്ത് കോൺസ്റ്റൻറ്റ് ടേം 1. അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും 0x² + 0x + 1. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? അതായത് ഇവിടെ എന്ത് കണ്ടെയ്ൻ ചെയ്യണം? 0 കണ്ടെയ്ൻ ചെയ്യണം. ഓക്കെ, അതായത് 0 പോളിനോമിയൽ കണ്ടെയ്ൻ ചെയ്യണം. 0 പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? കോഎഫിഷ്യൻസ് ഒക്കെ 0 അതായത് 0x² + 0x + 0. ഇവിടെ ഇങ്ങനെ ഒരെണ്ണം ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ എന്താണ്? വിത്ത് കോൺസ്റ്റൻറ്റ് ടേം 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് ഒരു സബ്സ്പേസ് അല്ല. ഓക്കെ ആണോ? അതായത് എന്താണ്? f(x) = 0 ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് R ആയിരിക്കണം. ഇനി ഇവിടെ നോക്കിക്കേ, സെറ്റ് ഓഫ് പോളിനോമിയൽ വിത്ത് f(1) = 5. അതായത് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടുമായിരുന്നു? 0 കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? 5 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതും എന്താണ്? ഇതും ഒരു സബ്സ്പേസ് അല്ല. സബ്സ്പേസ് ആയിരുന്നെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തേനെ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ഇവിടെ നോക്കിക്കേ, W3 = സെറ്റ് ഓഫ് പോളിനോമിയൽ വിത്ത് f(1) = 0. അപ്പോൾ നമ്മൾ f(x) = 0 ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് Rൽ നമ്മൾ 1 എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ ഒരു 0 പോളിനോമിയൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ f(2) എന്ന് പറയുന്നത് 5 6 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു 0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? കറക്റ്റാണ്. ഇനി ഇവിടെ നോക്കിക്കേ, W4 = സെറ്റ് ഓഫ് പോളിനോമിയൽ വിത്ത് പോസിറ്റീവ് റിയൽ കോഎഫിഷ്യൻസ്. അതായത് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഞാൻ പോസിറ്റീവ് റിയൽ കോഎഫിഷ്യൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിവിടെ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇതിൽ തന്നെ കെടുക്കണം. ഞാനൊരു സ്കെയിലാറായിട്ടൊരു -1 കൊടുക്കുകയെന്ന് വിചാരിച്ചു. ഇതാണിപ്പോൾ എൻ്റെ പോളിനോമിയൽ എന്ന് ഓർത്തോ. 2x² + x + 5 = 0. പോസിറ്റീവായിട്ടുള്ള റിയൽ ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ്. ഞാനൊരു -1 സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇതെന്തായിട്ട് മാറും? -2x² - x -5 = 0. ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതും എന്താണ്? തെറ്റായിട്ട് വരുന്ന ഓപ്ഷനാണ്.
ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ബി ബി ദ വെക്റ്റർ സ്പേസ് ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6/R ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് കൊടുത്തേക്കുന്നത് W1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ. അപ്പോൾ അതിൽ 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? 0 ആണ്. ഓക്കെ, 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി 0 ആണ്. അപ്പോൾ അതായത് ഡിഗ്രി 4 അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ഡിഗ്രി വരുന്ന എല്ലാവരും ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 0 പോളിനോമിയലും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു സബ്സ്പേസ് ആലോ. ഓക്കെ, പിന്നെ W2 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് 0 ഈക്വൽ ടു 1. നമുക്ക് 0 പോളിനോമിയലിൻ്റെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് R. നമ്മൾ 0 എടുത്തു, എക്സിന് പകരം 0 എടുത്തു. അപ്പോൾ എന്ത് വന്നു? എഫ് ഓഫ് 0 ഈക്വൽ ടു 1 വരുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് കിട്ടണ്ടേ? അതായത് ഇവിടെ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്? 0 പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ എന്താവണമായിരുന്നു? 0 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കാം, ചിലപ്പോൾ എന്താണ്, അതായത് ഇതിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയായിരിക്കണം. അതായത് 0x² പ്ലസ് സപ്പോസ് പോളിനോമിയൽ ഇതായിരിക്കാം 0x² പ്ലസ് 0x പ്ലസ് 1 ഈക്വൽ ടു 0. നമ്മൾ എക്സിന് 0 ഇട്ട് പോയാൽ ഇത് 0 ആവും, ഇത് 0 ആവും അല്ലേ? റിമൈനിങ് ഇത് നിൽക്കും. ഇനിയിപ്പോൾ വേറെ ഒരെണ്ണം, ഇപ്പോൾ 5x² പ്ലസ് 1x പ്ലസ് 1. ഇവിടെയും നമ്മളെന്താണ് 0 ഇട്ട് പോയാൽ ഇത് 0 ആവും, ഇത് 0 ആവും, ഇതങ്ങനെ തന്നെ നിൽക്കുമല്ലേ? അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതെന്താണ്? ഇതും ഒരു സബ്സ്പേസ് അല്ല. ഇനി നെക്സ്റ്റ്, W3 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് കോഎഫിഷ്യൻസ് ഓഫ് x² ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് ഈ ഒരു ഇതായിരിക്കും. അതായത് x² ഇവിടെ കോഎഫിഷ്യൻ പ്ലസ് 1 ആണ്, പ്ലസ് 0x പ്ലസ് 0. ഓക്കെ, നമ്മുടെ ഇതിലിപ്പോൾ 0 പോളിനോമിയൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ x² ഈ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് 1 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്തില്ല? 0 പോളിനോമിയൽ ഇല്ല. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ, W4 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഹാവിങ് റാഷണൽ കോഎഫിഷ്യൻസ്. അപ്പോൾ റാഷണൽ കോഎഫിഷ്യൻസ് വരുന്ന ഒരു പോളിനോമിയലാണ്, അതായത് P/Q ഫോമിൽ വരുന്ന. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ എല്ലാം റാഷണൽ കോഎഫിഷ്യൻസ് ആണ് P/Q. ഇപ്പോൾ 5/1, 1/1, 1/1. ഓക്കെ, P/Q ഫോമിലാണ്. ഞാനൊരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ സ്കെയിലാർ ആറിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനൊരു √2 എടുത്തു. √2 എന്താണ്? ഇറാഷണലാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? 5√2x² പ്ലസ് √2x പ്ലസ് √2 വന്നു. ഇവിടെ റാഷണൽ കോഎഫിഷ്യൻസ് ആണോ കിട്ടിയത്? അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് V be the vector space of functions from R to R, which of the following is a subspace of V എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്പേസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇപ്പോൾ പഠിച്ചതനുസരിച്ച് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ബി അല്ല എന്ന് പറയാമല്ലോ. കാരണം എന്താ? ഇപ്പോൾ f(3) 0 ആയിക്കോട്ടെ, f(-5) 0 ആയിക്കോട്ടെ, അവിടെ എന്ത് നിൽക്കുകയാണ്? 1 നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അവിടെ 0 പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ നോക്കിക്കേ, W3 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആവേണ്ട കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് R എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സിന് 0 ഇട്ട് കൊടുത്തു, നമുക്ക് എന്ത് കിട്ടും? 0. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 0. എഫ് ഓഫ് 1ഉം എന്താണ്? എഫ് ഓഫ് 1 എന്ന് പറയുന്നതും ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? 0 പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സബ്സ്പേസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. നൺ ഓഫ് ദീസ് അവിടെ നിൽക്കട്ടെ. W1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് x² ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ.
അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ 0 ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ എടുത്താലും 0 കിട്ടും. ഇവിടെ 0 ഹോൾ സ്ക്വയർ 0 പോളിനോമിയലുണ്ട്, അത് ഓക്കെ. നമുക്കിനി ജസ്റ്റ് ഒന്ന് എന്താണ് ഈ പറയുന്ന പോലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും പറ്റുമെന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതായത് ഇഷ്ടമുള്ള ഫംഗ്ഷൻ എടുക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുത്തുകൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. വേറെ ഒരെണ്ണം കൂടി എടുത്തു, ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ ആണ്. ഇനി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും എക്സ് സ്ക്വയർ ആണ്. ഇനി ഞാൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് സ്ക്വയർ എടുക്കുകയാണ്. ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ടൈംസ് എക്സ് സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി അത് തന്നെയാണോ ഇവിടെ നിന്നും കൂടി നമുക്ക് നോക്കണ്ടേ. അപ്പം ഞാനിവിടെ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. എക്സ് പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2x ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ. ഈ 4x സ്ക്വയറും ഇവിടുത്തെ 4x സ്ക്വയറും ഇവിടെ നമുക്ക് കിട്ടിയത് 2x സ്ക്വയറാണ്. ഈക്വൽ ആകണം. ഏതൊരു പോളിനോമിയൽ എടുത്താലും ഈക്വൽ ആവണം. ഇവിടെ ഈക്വൽ ആയിട്ടാണോ കിട്ടിയേക്കുന്നത്? അല്ല. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഇതൊരു സബ്സ്പേസ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊരു പോളിനോമിയൽ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സിമ്പിളായിട്ടൊരു പോളിനോമിയൽ എടുത്തതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഏതിലും നിങ്ങൾക്ക് ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെ എടുത്ത് പോയാൽ മതി. ഇനി 0 ആണ് നോക്കാൻ വേണ്ടി നിങ്ങൾ എന്തെടുക്കാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ എടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് വി ബി ദ വെക്റ്റർ സ്പേസ് ഓഫ് പോളിനോമിയൽസ് ഓവർ ആർ ആണ്, പോളിനോമിയൽസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്സ്പേസ് ഓഫ് വി? നോട്ട് എ സബ്സ്പേസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? 0 എലമെൻറ്റ് ഓഫ് വി ആവണം. ആൽഫ ബീറ്റ എലമെൻറ്റ് ഓഫ് വി ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എലമെൻറ്റ് ഓഫ് വി ആയിരിക്കണം. ആൽഫ ബീറ്റ എലമെൻറ്റ് ഓഫ് വി ആണെങ്കിൽ സി ആൽഫ എലമെൻറ്റ് ഓഫ് വി ആവണം, സി ബീറ്റ എലമെൻറ്റ് ഓഫ് വി ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. W1 ഈക്വൽ ടു പോളിനോമിയൽസ് സച്ച് ദാറ്റ് ഓൺലി ഈവൻ പവേഴ്സ് ഓഫ് എക്സ്. ഓൺലി ഈവൻ പവേഴ്സ് ഓഫ് എക്സ് മാത്രമാണ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ എ എക്സ് സ്ക്വയർ വേണ്ട. ഇപ്പോൾ 0x⁴ പ്ലസ് 0x⁴ പ്ലസ് 0. ഇവിടെ നോക്കിക്കേ, ഓൺലി ഈവൻ പവേഴ്സ് അല്ലേ വന്നേക്കുന്നത്. ഇതൊരു പോളിനോമിയൽ അല്ലേ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന പോളിനോമിയൽ ഏതാ? 0 പോളിനോമിയലാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇതെടുക്കാം. ഇതും എന്താണ്? 0 പോളിനോമിയലാണ്. അപ്പോൾ ഓൺലി ഈവൻ പവേഴ്സ് ഓഫ് എക്സ് വന്നാലും അവിടെ എന്താകും? 0 പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാക്കി വിടാം. ഇനി ഇവിടെ നോക്കിക്കേ, പോളിനോമിയൽ സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഈ 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താ? 0 ഡിഗ്രി. അപ്പോൾ 0 ഡിഗ്രി വരുന്ന പോളിനോമിയൽസ് ഇതിലുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇതെന്താണ്? സബ്സ്പേസ് അല്ല. ഇനി ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. W4 ഈക്വൽ ടു പോളിനോമിയൽ സച്ച് ദാറ്റ് എഫ് ഓഫ് 3 ഈക്വൽ ടു എഫ് ഓഫ് 1. നമുക്ക് എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. നമ്മളിപ്പോൾ എഫ് ഓഫ് 3 എടുത്തു,
0 കിട്ടുന്നുണ്ട്. ഈ കണ്ടീഷൻ അനുസരിച്ച് f(1) കൊടുത്തു 0 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ 0 പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇത് രണ്ടും ഈക്വലാന്നാ പറയുന്നുള്ളൂ, നമുക്ക് ഈക്വലായിട്ട് കിട്ടുകയും ചെയ്തു. ഓക്കെ, അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നില്ല. ഇനി നമുക്ക് ഇതും കൂടി നോക്കാം. ഇവിടെ നോക്കിക്ക് f(-x) = -f(x). ഇവിടെ f(x) = 0 സെറ്റപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഏതൊരു എലമെൻ്റ് എടുത്തു, ഇപ്പോൾ എക്സിന് 3 എടുത്തു, അപ്പോൾ f(-3) എന്ന് പറയുന്നത് എന്താണ്, 0 ഇനി f(3) എന്ന് പറയുന്നതും എന്താണ്, 0. സോ -f(3) എന്ന് പറയുന്നതും എന്താണ്, 0. ഇത് രണ്ടും ഈക്വൽ അല്ലേ, കോൺട്രഡിക്റ്റ് ചെയ്തൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതും എന്താണ്, സബ്സ്പേസ് ആണ്. കാരണം 0 പോളിനോമിയൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും 0 പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരെണ്ണത്തിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ആ ഫസ്റ്റ് നോക്കുക, പറ്റിയില്ല എങ്കിൽ മാത്രം എന്താണ്, അടുത്തയിലേക്ക് മൂവ് ഓൺ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് α1 α2 എലമെൻറ്റ് ഓഫ് R3? അതായത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്നത് ഇതിലേത് വെക്ടറാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷനായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ആഡ് ചെയ്യുന്നത് ഇവിടെ ഇല്ല, സബ്സ്ട്രാക്ട് ചെയ്യുന്നതും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് 2 ട്രിക്സ് ഉണ്ട്. 2 ട്രിക്സ് വഴി നമുക്കിത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ α1 ക്രോസ് പ്രൊഡക്റ്റ് α2 ഡോട്ട് പ്രൊഡക്റ്റ് α3 എടുത്ത് നോക്കാം. അപ്പോൾ α1ഉം α2 ഇത് ജസ്റ്റ് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. IJK വരുമ്പോൾ 1 -3 2 2 -1 1. ഓക്കെ, ഇനി ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ = I ഇൻറ്റു ഇത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക. -3 × 1 -3 -3 -1 × 2 -2. സോ +2. ഇനി -j ഇൻറ്റു ഇത് ഫുൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ 1 × 1 1 1 -2 × 2 4 1 -4. ഇനി അടുത്ത +k ഇൻറ്റു നോക്കുമ്പോൾ 1 × -1 -1 -2 × -3 -6. സോ +6. ഓക്കെ, അതായത് I ഇൻറ്റു -3 + 2 എന്ന് വെച്ചാൽ -1 -j ഇൻറ്റു 1 -4 എന്ന് വെച്ചാൽ -3 +k ഇൻറ്റു -1 + 6 എന്ന് വെച്ചാൽ 5. ഓക്കെ, അതായത് നമ്മുടെ വന്നേക്കുന്നത് -1 3 5. ഓക്കെ, ഇനി ഇത് ആരുമായിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. 2 -5 4 ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -1 × 2 -1 × 2 +3 × -5 +5 × 4 എന്ന് പറയുന്നത് -2 -15 +20 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും, -2 -15 -17 +20 3 ആണ് വരുന്നത്, നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത് 0നോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് പറയാമായിരുന്നു. പക്ഷേ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. അതായത് -1 3 5 ഡോട്ട് 1 7 -4. ഓക്കെ, അതായത് -1 × 1 +3 × 7 +5 × -4 എന്ന് പറയുന്നത് -1 +21 -20. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടി, 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ പറയാം, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം, അല്ലെങ്കിൽ ലീനിയർ ഡിപ്പെൻഡൻറ്റ് എന്നും പറയാം. ലീനിയർ ഡിപ്പെൻഡൻ്റ് ആവാനുള്ളൊരു കണ്ടീഷനാണ്, അത് സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ മറ്റേ കോൺസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിച്ച് പോണ്ടി വന്നേനെ. ഇനി നമുക്ക് ഓപ്ഷൻ സിയും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ -1 3 5 ഡോട്ട് 2 1
2 എടുക്കുമ്പോൾ -1 × 2 + 3 × 1 + 5 × 2. ദാറ്റ് മീൻസ് -2 + 3 1 + 10 11 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, ഫസ്റ്റ് ഓപ്ഷനും അല്ല. നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനും കൂടി നോക്കാം. -1 3 5 .3 7 -4 നോക്കുമ്പോൾ -1 × 3 + 3 × 7 + 5 × -4 that means -20. ഓക്കെ, 3 × 7 14 -3 എന്ന് പറയുമ്പോൾ 11 -20 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ട്രിക്കിനേക്കാളും എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ ഈ ട്രിക്കായിരിക്കും ഒന്നും കൂടി ബെറ്റർ. കാരണം സെക്കൻഡ് ട്രിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടെസ്റ്റ് ഇപ്പോൾ ഫെയിൽ ചെയ്താൽ നമ്മൾ അടുത്ത ട്രിക്ക് നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ ഇത് തന്നെ പഠിച്ചാൽ നമുക്ക് ഏതും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് α1 α2 എലമെൻറ്റ് ഓഫ് R³ തന്നിട്ടുണ്ട്. ഈ പറയുന്ന 4 ഓപ്ഷൻസും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു α1ഉം α2ൻ്റെ സമ്മായിട്ട് എന്തെങ്കിലും കിടക്കണ്ടോയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 + 2 3 ഇവിടെ വന്നിട്ടുണ്ട്. 2 + 6 8 8 3 + 5 8. വാവ്, അപ്പോൾ ഇതാണ് ആൻസർ. ഇനിയിപ്പോൾ മൈനസ് ചെയ്യുന്നത് എവിടെയെങ്കിലും കിടക്കണ്ടോ എന്ന് നോക്കി. 1 - 2 -1 2 - 6 2 - 6 -4. പക്ഷേ ഇവിടെ 1ഉം 4ഉം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ തിരിച്ചെടുത്ത് നോക്കാം. 2 - 1 1 വരുന്നുണ്ട്. 6 - 2 4 വരുന്നുണ്ട്. ഇവിടെ ഓക്കെ. 5 - 3 2 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ 3ഉം ഇവിടെ 5ഉം. അപ്പോൾ ഇത് രണ്ടും എന്തല്ല? ലീനിയർലി എന്താണ്? ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, കാരണം സമ്മ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂ ഓഫ് k വിൽ ദ വെക്റ്റർ β = 0 k 3 എലമെൻറ്റ് ഓഫ് R³ ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് α1ഉം α2ഉം തന്നിട്ടുണ്ട്. അതായത് ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന വെക്ടറാണ് ഇത്. അതിലെ k കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് 0 k 3 എന്ന് പറയുന്നത് സം C1 × 1 - 3 2 + സം C2 × 2 - 1 1 ആണ്. ഓക്കെ, സോ നമുക്ക് ഈ k ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇനി എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിതിനെ C1 × 1 C1, ഇവിടെ C2 × 2 + C2 = 0 എന്ന് കൊടുക്കാം. അതൊരു ഇക്വേഷനായി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. -3 C1 - C2 = k. ഇത് രണ്ടാമത്തെ ഇക്വേഷനായി. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 2C1 + C2 = 3. നമുക്ക് ഈ C1ഉം C2ഉം കണ്ടുപിടിച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ k കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോരെ. ഏതെങ്കിലും 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് C1ഉം C2ഉം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. 2C1 + C2 = 3 C1 + 2C2 = 0 നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവനെ നമുക്കൊരു × 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ഇവനെ. ഓക്കെ, എന്നാലാലോ ക്യാൻസൽ ചെയ്യാനൊരു എളുപ്പം. അല്ലെങ്കിൽ ഇവിടെ ചെയ്താലും മതി, × 2 വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 ആകും. ഇവിടെ × 2 ചെയ്താലും 0 തന്നെ വരിക. കുറയ്ക്കുമ്പോൾ 3 വരും. C2 - 4C2 എന്ന് പറയുന്നത് -3C2 C2 എന്ന് പറയുന്നത് -1. ഓക്കെ, ഇനി നമുക്ക്
C1 കിട്ടാനായിട്ട് ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ വേണ്ട, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കാരണം ഇവിടെ 0 ആയാലോ, അപ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചാണ്. C1 + 2 × -1 = 0. അതായത് C1 - 2 = 0, C1 = 2 കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അതായത് -3 × 2 - C2 എന്ന് പറയുന്നത് +1 = K. -3 × 2 -6 +1 = K. ദാറ്റ് മീൻസ് -5 = K. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. For what value of m of the vector m31 element of R³ is linear combination of α1 α2 തന്നിട്ടുണ്ട്, എലമെൻറ്റ് ഓഫ് R³ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാം? ഇതുപോലെ തന്നെ ചെയ്യാം. അതായത് m31 എന്ന് പറയുന്നത് C1 × 321 + C2 × 210 which is equal to 3C1 + 2C2 = m എന്ന് എഴുതാം. രണ്ടാമത് എഴുതാവുന്നത് 3 = 2C1 + C2. മൂന്നാമത് എഴുതാവുന്നത് 1 = C1 + C2 × 0. ഓക്കെ, അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. C1 എന്താണെന്ന് കിട്ടി? C1 1 ആണെന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ 2 × 1 2. ഇവനിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ C2 എന്താണ്? 1 ആയിട്ട് കിട്ടി. C1 1 ആണ്, C2 1 ആണ്. നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ 3 × 1 3 + 2 × 1 2 3 + 2 5. m എന്ന് പറയുന്നത് 5 ആണ് വരുന്ന ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്കൊരു 3 more ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വെൻ ഇത് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു മെട്രിക്സാണ് തന്നേക്കുന്നത്. ഇസ് റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇത്. അതായത് എന്താണ്? 3 - 1 1 - 2 എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. C1 × 1 1 0 - 1 + C2 × 1 1 - 1 0 + C3 × 1 - 1 0 0. C1 C2 C3 എന്തായിക്കോട്ടെ, ആ കിട്ടുന്നതും കൂടി സമ്മപ്പ് ചെയ്ത് കിട്ടിയതാണ് ഇവൻ. അപ്പോൾ ആ C1 C2 C3 ആണ് നമ്മുടെ ഓപ്ഷനിൽ തന്നേക്കുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് C1 C2 C3 എന്നാണ് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇവിടെ നോക്കിക്കേ, ഏതെങ്കിലും ഒരു എൻട്രി നോക്കാം. ഇപ്പം ഞാൻ ഈ എൻട്രി നോക്കിയേ, ഈ എൻട്രി 1. നമുക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 2 1 2. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2 കൊടുത്താൽ 2 × 0 0 ആയി പോവും. +1 × -1 -1 വരെ കിട്ടി. ഇനി അടുത്ത 2 × 0 0. അപ്പോൾ എന്താണ്? 1 not equal to -1. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ എൻട്രി എടുക്കാൻ കാരണം ഇവിടെ കുറച്ച് സീറോസ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ എളുപ്പമാക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്താണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. ഇവിടെ നമുക്ക് അടുത്ത ഓപ്ഷനായിട്ട് 2 - 1 - 2 എടുക്കാം. അപ്പോൾ 2 × 0 0 -1 × -1 കിട്ടി, രക്ഷപ്പെട്ടു. -2 × 0 0. അപ്പോൾ നമുക്ക് ഈ എൻട്രിയും ഇവനും ഈക്വലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവനെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്താം. ഇനി അടുത്ത ജസ്റ്റ് ഒന്ന് നോക്കുക. 2 - 1 2 അല്ലേ? അത് നോക്കുമ്പോൾ 2 × 0 0 -1 × -1 1 2 × 0 0. അപ്പോൾ ഇവനെയും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തേണ്ടി വരും. ഇനി അടുത്ത ഓപ്ഷനും കൂടി നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ -2 -1 +2 -2 × 0. ഓക്കെ, -1 × -1 1 ഷോ. അപ്പോൾ 3നെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തേണ്ടി വരും. അപ്പോൾ 3 നമുക്ക് ചെയ്യേണ്ടി വരും എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അടുത്ത എൻട്രി ഒന്ന് പിടിച്ചു നോക്കാം. ഇവിടെ ഈ ഓപ്ഷനിൽ നിന്ന് തുടങ്ങിയപ്പോൾ -2 കിട്ടണ്ടോ എന്ന് നോക്കാം. -2 × -1 ഇവിടെ 2 ആണ്. -1 0 ആയിപ്പോയി, ഇവിടെയും 0 ആയിപ്പോയി. -2 2 കിട്ടി. അപ്പോൾ എന്താണ്? ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി
നമുക്ക് അടുത്തതിനെ പിടിച്ചു നോക്കാം. ഇവനെ പിടിക്കാം. 2 - 1 2. അപ്പോൾ 2 × -1 -2 -1 × 0 0. ഓക്കെ, ഇത് ശരിയായിട്ട് വരുന്നുണ്ട്. ഇതല്ലേ. ഇനി ഇവനെയും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത എൻട്രിയിലേക്ക് പോവാം. അല്ല -2 അല്ലേ, അവനും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എൻട്രി തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത എൻട്രി നോക്കാം. അപ്പോൾ ഇവന്മാർ രണ്ടുപേരുമാണ് നമ്മുടെ കക്ഷികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ -1 പിടിച്ചു നോക്കാം. ഇവന്മാരെ ഇട്ട് നോക്കാം. ആദ്യം നമുക്ക് 2 - 1 -2 എടുക്കാം. കിട്ടേണ്ടത് നോക്കാം. അപ്പോൾ 2 × ഇവനെയല്ലേ ഇത് കിട്ടണ്ടേ. അപ്പോൾ 2 × 1 2. ഇവിടെ -1 × 1 -1. പിന്നെ -2 × -1 +2. അപ്പോൾ 2 - 1 1. 1 + 2 3 വരുന്നത്. അപ്പോൾ എന്താണ്, ആ ഓപ്ഷൻ വരത്തില്ല, കാരണം ഇവിടെ -1 അല്ലേ വരണ്ടേ. അപ്പോൾ നമുക്ക് ഇവനെ ക്യാൻസൽ ചെയ്ത് ഇവനെ അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ചെയ്ത് നോക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ ആണോ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്. നമ്മൾ കണ്ടതാണ്. അതായത് എന്താണ്, ഈ 3 വെക്റ്റേഴ്സും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത വെക്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കണ്ടേ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എന്താണ് സം വരുന്നത്. അതായത് ഏതെങ്കിലും 2 വെക്റ്റേഴ്സിൻ്റെ സം വരുന്നതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പം അങ്ങനെ സം വരുന്നത് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇവിടെ നോക്കാം. 1 - 1 0 ആകുന്നുണ്ട്. 2 + 0 2 വരുന്നു. അപ്പോൾ അത് പറ്റത്തില്ല. ഇവിടെ ഒറ്റയടിക്ക് നമുക്ക് സം നോക്കുമ്പോൾ ആൻസറുകൾ വരുന്നില്ല അല്ലേ. ഇനി സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാലും ഒന്നും അങ്ങനെ കാഴ്ചയിൽ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 - 1 1 ആണ്. ഓക്കെ, 3 - 2 1 ആണ്. പക്ഷേ 5 - 3 എന്ത് 1 ആയിരുന്നു? 2 1 ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പറയാം, ഇതെന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പറയാം. കാരണം എന്താണ്, ഇവിടെ നമുക്ക് 2 ശരിയായിട്ട് വന്നു, 3 ഇതായിപ്പോയത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതെന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, വേറെ ഇപ്പം അങ്ങനെ നമുക്ക് കാണുന്നില്ല അല്ലേ. പിന്നെ ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം. അതായത് നിങ്ങളുടെ വെക്ടറിൽ 0 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ട്രിക്കാണ്. അതായത് ഇവിടെ 0കളൊന്നും വരുന്നില്ല, ഇവിടെ 0 വരുന്നുണ്ട്, ഇവിടെയും 0 വരുന്നുണ്ട്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് ഉറപ്പിക്കാം. ഇവിടെ നോക്കുവാണെങ്കിലും ഇവിടെ 0 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 0 വരുന്ന വെക്ടേഴ്സ് നമുക്ക് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ അവനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിനിപ്പോൾ നമുക്ക് പരിഗണനയിൽപ്പെടുത്തിയല്ലോ. പിന്നെ ഇതിനിപ്പോൾ നമുക്ക് ഒന്നും അങ്ങനെ കാഴ്ചയിൽ കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ആൻസർ കിട്ടിയതുകൊണ്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇത് നമുക്ക് എന്താണ്, നമ്മുടെ IJK ഫോമിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു മെത്തേഡ്. പിന്നെ വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഇതിലിപ്പോൾ ഒന്നിലും 0 ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ഏതെങ്കിലും വെക്ടറിൻ്റെ സ്കെയിലാർ മൾട്ടിപ്ലൈ ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. അതും ഇപ്പോൾ ഇതിൽ വരുന്നില്ല. 0 വരുന്നില്ല, സ്കെയിലാർ മൾട്ടിപ്പിൾ വരുന്നില്ല, സം വരുന്നില്ല. പിന്നെ എന്താണ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്നും കൂടി നോക്കാം. അതായത് ആ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ V1 V2 V3 ആലോ. ജസ്റ്റ് V2 - V1 ഒന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ V3 - V1 ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ V2 - V1 എന്ന് പറയുന്നത് എന്താ, 2 - 1 1, 1 - 2 എന്ന് പറയുന്നത് -1, 1 - 3 എന്ന് പറയുന്നത് -2. ഓക്കെ, ഇനി V3 - V1 ഒന്ന് കണ്ടുപിടിക്കാം. അതായത് -4 - 1 എന്ന് പറയുന്നത് -5, 1 -
2 എന്ന് പറയുന്നത് -1, പിന്നെ 3 -3 എന്ന് പറയുന്നത് 0 ഓക്കെ. അപ്പോൾ ഇവിടെ എന്നാ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ 1/-5 എന്ന് പറയുന്നത് -1/5 അല്ലേ. ഇനി ഇവിടുത്തെ -1/-1 എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ ടു -2/0, അത് അൺഡിഫൈൻഡ് ആയിട്ട് പോവുക അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് വേറൊരു ട്രിക്ക്. അതായത് ഈ 3 എണ്ണവും നമുക്ക് ഈക്വലായിട്ട് വരുവാണെങ്കിൽ നമുക്കത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 0 വന്ന സ്ഥിതിക്ക് നമുക്കിത് പറ്റത്തില്ല. പകരം നമുക്ക് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ, കാരണം ഇവിടെ /0 വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം നേരെ ഓപ്പോസിറ്റ് എടുത്താലും കാര്യമില്ല, 2 വേയിലും ശരിയാവണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലീനിയർ ഇൻഡിപെൻഡൻസോ ഡിപ്പെൻഡൻസോ വഴി പറയാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ, അതായത് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്റ്റക്കായാൽ നമ്മൾ വേറെ മെത്തേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ എടുത്ത് പോവുകയാണ് ബെറ്റർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഇനിയിപ്പോൾ വേറെ ഒന്നും കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഇത് വെച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ശരിക്കും യൂസ്ലെസ് ആണ്. ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുകയായിരിക്കും ബെറ്റർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. V1, V2, V3, V4 be linearly independent subset of a vector space V4. Then which of the following is not a linearly independent set? അപ്പോൾ ഇതിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അല്ലാത്ത ഏതാണെന്നാണ് നോക്കാൻ പറഞ്ഞേക്കുന്നത്, ഒരു ബന്ധമില്ലാത്ത. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ വെക്റ്റേഴ്സായിട്ടൊന്നും അല്ലല്ലോ കൊടുത്തേക്കുന്നത്. ആ സമയത്ത് കുറച്ച് ട്രിക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രിക്ക്, 0 വെക്റ്റർ ട്രിക്ക്. അതായത് ഇഫ് എനി വെക്റ്റർ ഈസ് 0 ദ സെറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞില്ലായിരുന്നോ, ഒരു 0 എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും, ഡിപ്പെൻഡൻ്റ് കാറ്റഗറിയിലേക്ക് വിടാം. ഇനി ഇപ്പോൾ സെക്കൻഡ് ട്രിക്കാണ് സ്കെയിലാർ മൾട്ടിപ്പിൾ ട്രിക്ക്. ഇഫ് 1 വെക്റ്റർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് അനദർ ഡിപ്പെൻഡൻറ്റ്. അതായത് ഇപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ V1ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ടാലോ 2V1 വരുന്ന V3 അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് V1 എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, V2 എന്ന് പറയുന്നതും അടുത്തൊരു വെക്ടർ, V3 എന്ന് പറയുന്ന വേറൊരു വെക്ടർ. അതിൽ V2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 ആണേൽ. അതുപോലെ തന്നെ ഇവിടെ V1 എന്ന് പറയുന്നത് ഒരു വെക്ടർ, V2 എന്ന് പറയുന്നത് 2 ടൈംസ് ഈ V1 എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ഇവിടെ ഇഫ് എനി വെക്റ്റർ ഈക്വൽ ടു സം ഓഫ് അതർ വെക്റ്റേഴ്സ്, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലായിരുന്നോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ വെക്റ്ററിൻ്റെയും ഈ വെക്റ്ററിൻ്റെയും സമ്മായിട്ടാണ് തേർഡ് വെക്ടർ കിടക്കുന്നതെങ്കിൽ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു ചെയിൻ പോലെയാണ് കിടക്കുന്നതെങ്കിൽ V1 - V2, V2 - V3, V3 - V4 അങ്ങനെയാണെങ്കിലും അതും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ 4 വെക്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഇപ്പോൾ 3 വെക്റ്റേഴ്സൊക്കെ ഉള്ളുവെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം. പിന്നെ ഇതൊന്നും വന്നില്ല എങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതായത് 0 വന്നില്ല, മൾട്ടിപ്പിൾസും വന്നില്ല, സമ്മും വന്നില്ല, നോ ചെയിൻ ഡിഫറൻസും വന്നില്ല എങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ V1 + V2, V3 + V4, V2 + V3 നമ്മുടെ ഒരു ക്രൈറ്റീരിയ ഇതിൽ പറയുന്നില്ല. ഇവിടെ V1 - V2, V1 - V3, V1 - V4 ഇതിലൊന്നുമില്ല. V1 + V2, V1 - V2, V1 + V2 + V3 ഇതിൽ നമ്മുടെ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. ഇവിടെ നോക്കിക്കേ, V1 + V2, V3, അടുത്തത് V1 + V2 - V3, അതായത് ഈ 3 പേരുടെ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ 2 വെക്റ്റേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് മിസ്റ്റേക്ക് പറ്റി. ഇവിടെ നോക്കിക്കേ, ഇത് കംപ്ലീറ്റ്ലി 0 ആണേലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്കിങ്ങനെ ഒരു 0 വന്നാലും നമ്മൾ എന്താണ് വെയിറ്റിംഗ് ലിസ്റ്റ് വെക്കുക, വേറെ അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അറ്റ് ലാസ്റ്റ് ഇത് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ലീനിയർ ഓൾജിബ്രയിൽ മെട്രിക്സ് തിയറി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിരുന്നു. ഓൾമോസ്റ്റ് അതിൽ 27 ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ട്. അത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ ഓൾമോസ്റ്റ് ഒരു ടോട്ടൽ 143 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ 143 ക്വസ്റ്റ്യൻസും നമ്മുടെ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുവഴി നമ്മൾ ആ സിലബസ് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശമൊക്കെ ഒരു ഐഡിയ കാണും. ഐഡിയ ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, ഇത് പഠിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഐഡിയ പറഞ്ഞു പോവാം. അപ്പോൾ അത്രയും കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത സബ്ജക്റ്റ് അങ്ങനെ ഓരോന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു നവംബർ മിഡോടുകൂടി നമുക്കിത് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നാലാണ് നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ സെറ്റിന് ഈ പറയുന്ന പോലെ കുറേ തിയറി പഠിച്ച് അല്ലെങ്കിൽ ആ നോട്ട്സ് പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓരോ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അതായിട്ടുള്ള തിയറി നമ്മൾ പഠിച്ചു പോവുക. ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിലും നമ്മളങ്ങനെ തിയറി ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഇപ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ആ തിയറി മനസ്സിലാക്കിയല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഫുൾ നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, ഇപ്പോൾ വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറേ തിയറി നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച തിയറി വെച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടല്ലായിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു പാട് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് പകരമാണ് നമുക്ക് ഇവിടെ എൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തും. ഓക്കെ, ഇതിപ്പോൾ നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, സെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങളുടെയും കൂടി സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലാണ് നമുക്കെന്താണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് V1, V2, V3, V4 be linearly independent subsets of a vector space V, then which of the following is not a linearly independent set? അപ്പോൾ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നോട്ട് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കാനായിട്ട് നമ്മുടെ മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എന്താണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. പിന്നെ നമുക്ക് കോമ്പിനേഷൻ എടുത്തുകൊണ്ട് അതായത് എന്താണ് C1 ആൽഫ 1 + C2 ആൽഫ 2 എന്നിട്ട് C1 C2 0 ആണെങ്കിൽ നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഓക്കെ, പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ മെത്തേഡ്സ് പറയാം. പിന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്ത മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു, അവിടെ നമ്മൾ ഇതുപോലെ എന്താണ് V1, V2, V3, V4 ഒക്കെ കേസിൽ നമ്മൾ എന്താ നോക്കി, 0 വെക്ടർ വരണ്ടോയെന്ന് നോക്കി, പിന്നെ സം എടുത്ത് നോക്കി, അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നുണ്ടോ അല്ലേ, പിന്നെ എന്താണ് സബ്സ്ട്രാക്ഷൻ നോക്കി, പിന്നെ ചെയിനിങ് ആയിട്ട് വരുന്നുണ്ടോ, അതായത് V1 - V2, V2 - V3, V3 - V4 അങ്ങനെ ചെയിനിങ് ആയിട്ട് വരണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോൾ ജസ്റ്റ് ഒന്ന് റികളക്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്താലോ സബ്സ്ട്രാക്ട് ചെയ്താലോ ഒന്നും കിട്ടത്തില്ല അല്ലേ. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V1, V2 കുറച്ചാലും വേറെ ഒരു വെക്റ്റേഴ്സ് അല്ല കിട്ടുന്നത്. ഇപ്പോൾ ഇനി ഇതിൽ നിന്ന് നമ്മൾ V1, V2, V3 കുറച്ചാൽ റിമൈനിങ് V4 V4 വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റിൽ വരുന്നതാണ് എന്ന് നമുക്ക് ഏകദേശം ഒന്ന് പറയാം. ഇപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ V1 + V2 + V3 ഉണ്ട്, V1 + V3 + V4 ഉണ്ട്,
V2 പ്ലസ് V3 പ്ലസ് V4 ഉണ്ട്. ഇതിലും നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഇതിലും കുറച്ചാലോ സം ചെയ്താലോ ഒന്നും നമുക്കങ്ങനെ കിട്ടുന്നില്ല. ഇനി ഇവിടെ നോക്കിക്കേ, V1 പ്ലസ് V2 V3 മൈനസ് V4 V1 പ്ലസ് V2 പ്ലസ് V3 V4. അപ്പോൾ ഇവിടെ നമുക്ക് ഈ V1 പ്ലസ് V2 പ്ലസ് V3യിൽ നിന്ന് നമുക്കൊന്ന് കുറച്ച് നോക്കിയാലോ. V1 പ്ലസ് V2 പ്ലസ് V3 മൈനസ് V1 മൈനസ് V2 മൈനസ് V3 പ്ലസ് V4. അപ്പോൾ ഇതും ക്യാൻസലാവും, ഇതും ക്യാൻസലാവും, ഇതും ക്യാൻസലാവും. ഓക്കെ, അപ്പോൾ റിമൈനിങ് V4 കിട്ടി. അപ്പോൾ ഈ വെക്റ്റർ എന്ന് പറയുന്നത് ഈ 3 വെക്റ്റേഴ്സും സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിതെന്ത് പറയാം? ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ V4 ഒക്കെ തന്നെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷനും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കിയാലും കാര്യം ഉണ്ടായിരുന്നില്ല, ക്യാൻസലായി പോകത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മൊത്തം ക്യാൻസലായി പോയാൽ നമുക്ക് 0 കിട്ടും. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് മൊത്തം ക്യാൻസൽ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മൾ മൊത്തം സബ്സ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 0 അല്ലേ കിട്ടാം. ഓക്കെ, അപ്പോൾ മൊത്തം സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, അതായാലും ബെറ്റർ ആയിരിക്കും. മൊത്തം സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മൊത്തം ആഡ് ചെയ്ത് നോക്കുക. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പം നമ്മളിവിടെ V4 ഇത്രയും സംഭവം മൈനസ് ചെയ്താന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ ഇത് മൊത്തം മൈനസ് ചെയ്ത് 0 കിട്ടുവാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വെക്റ്റർ സ്പേസ് ഓവർ ഫീൽഡ് എപ്പോഴും സ്മോൾ ആയിട്ട് നിൽക്കണം, വെക്റ്റർ സ്പേസ് എപ്പോഴും ബിഗ് ആയിട്ട് നിൽക്കണം. പിന്നെ ഈ ഒരു ഫോം പഠിക്കുക, QRC. ഓക്കെ, അതായത് Q ചെറുത്, അതിനേക്കാളും വലുത് R, അതിനേക്കാളും വലുത് C. QR കോഡ് എന്ന് ഓർത്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, R ഓവർ ദ ഫീൽഡ് C. ഇവിടെ C എന്ന് പറയുന്നത് വലുതല്ലേ, ഇത് ചെറുതാവാനല്ലേ പറ്റുള്ളൂ. ഈ Rനെ വെച്ച് നോക്കുമ്പോൾ C ചെറുതാവാനേ പറ്റുള്ളൂ. അതായത് ഇവിടെ Cക്ക് പകരം Q വന്നായിരുന്നെങ്കിൽ വെക്റ്റർ സ്പേസ് എന്ന് പറയാം. അപ്പോൾ ഇത് വെക്റ്റർ സ്പേസ് ആവത്തില്ല. പിന്നെ Z7 ഓവർ ദ ഫീൽഡ് Z5. അപ്പോൾ നിങ്ങളിപ്പോൾ ഉറപ്പിച്ച് കാണുമായിരിക്കും, അതായത് Z7നേക്കാളും ചെറുതാലോ Z5. അപ്പോൾ ഇത് വെക്റ്റർ സ്പേസ് ആണ് ചിന്തിച്ച് കാണും. പക്ഷേ അത് തെറ്റാണ്. കാരണം എന്നാണോ, Z5ലെ ഓപ്പറേഷൻ +5ഉം Z7ലെ ഓപ്പറേഷൻ +7ഉം ആണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ബോത്ത് A ആൻഡ് B ആണ് ശരിയായിട്ട് വരുന്ന ആൻസർ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്റ്റേഴ്സ് ഈസ് ഇൻ ദ സ്പാൻ ഓഫ് 1 2 1 1 3 1. അപ്പോൾ ഈ സ്പാൻ എന്ന് പറയുമ്പോൾ അതായത് ഇതിലെ ഏത് വെക്റ്ററിനെ ഇവരുടെ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതായത് അവിടെ ഡിപ്പെൻഡൻറ്റിൻ്റെ മീനിങ് അല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡിപ്പെൻഡൻ്റെ ക്രൈറ്റീരിയ നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ 2 വെക്റ്റേഴ്സും ഈ 3 വെക്റ്റേഴ്സും കൂടി ഡിറ്റർമിനൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ IJK വെച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഒന്നും കൂടി എളുപ്പമെന്ന് തോന്നുന്നു. IJK 1 2 1 1 3 1. ഓക്കെ, അപ്പോൾ നമുക്ക് I ഇൻറ്റു 2 മൈനസ് 3 എന്ന് വെച്ചാൽ -1 മൈനസ് J ഇൻറ്റു 1 മൈനസ് 1 0 പ്ലസ് K ഇൻറ്റു 3 മൈനസ് 2 1. ഓക്കെ, അതായത് -I പ്ലസ് K കിട്ടും. ഓക്കെ, അതായത് -1 0 1. ഇനി ജസ്റ്റ് ഓരോന്നിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഓപ്ഷൻ A നോക്കുമ്പോൾ 2 ഇൻറ്റു -1 -2 പ്ലസ് 3 ഇൻറ്റു 0 0 പ്ലസ് 4 ഇൻറ്റു 1 4. അപ്പോൾ -2 പ്ലസ് 4 എന്ന് പറയുന്നത് 2 ആണ്, നോട്ട് ഈക്വൽ ടു 0. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക,
2 into -1 -2 plus 5 into 0 0 plus 1 which is equal to -1 not equal to 0. ഇപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ വീണ്ടും ആ ഡിറ്റർമിനൻ്റ് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ സാധനം സെറ്റാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, കാൽക്കുലേഷൻ. ഇനി അടുത്താണെങ്കിൽ 3 into -1 -3 plus 0 plus 3 which is equal to 0 കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡിയും കൂടി ഒന്ന് നോക്കാം. 3 into -1 -3 plus 0 plus 4 equal to 1. അപ്പോൾ 0 ആയിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ വേറൊരു ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. അതായത് ഇവിടെ പറ്റത്തില്ല. 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് ഫസ്റ്റ് 2 കിട്ടുന്നുണ്ട്. 2ഉം 3ഉം കൂടി ആഡ് ചെയ്ത് 5 കിട്ടുന്നുണ്ട്. 1ഉം കൂടി 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതും എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ ഇത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനേക്കാൾ പറ്റുക നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് let W be the subspace of R square spanned by 1, 2. അതായത് let W be the subspace of R squareൻ്റെ സബ്സ്പേസ് ആയ W എന്ന് പറയുന്നത് 1, 2 കൊണ്ട് സ്പാൻ ചെയ്യുന്ന വെക്റ്റേഴ്സാണ് ഇവിടെ കിടക്കുന്നത്, ഡബ്ല്യുവിൽ കിടക്കുന്ന. ഓക്കെ, അതായത് ഡബ്ല്യുവിലുള്ള വെക്റ്റേഴ്സിനും ഇവനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻ റിപ്രസെൻറ്റ്സ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യുവിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻസാണ്. അപ്പോൾ ഇവനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ 1, 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എടുത്തുകൂടെ? പിന്നെ ലൈൻ ആയ സ്ഥിതിക്ക് 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കാം. ഓക്കെ, R2 ആണ്. അപ്പോൾ ലൈൻ പാസിങ് ത്രൂ 0, 0. സോ അതും കൂടി നോക്കുക. 2 ക്രൈറ്റീരിയാസ് നോക്കാം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ആദ്യം 1, 2 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, 0, 0 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം 0, 0 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 1, 2 നോക്കാം. ഇവിടെ 1 + 4 5 ആണ്. ഇത് പറ്റത്തില്ല, റിമൂവ് ചെയ്യാം. ഇതും പറ്റില്ല, കാരണം പ്ലസ് ആണല്ലോ. അപ്പോൾ കൂടിയാണ് വരുള്ളൂ. അതായത് 2 into 1 2 + 2 4 ആണ്. അതും വരത്തില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 into 1 2 -2 0 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ 2 - 2 into 1 0 കിട്ടണ്ടല്ലോ. ഇവിടെ 2 into 1 2 - 2 = 0. ഇവിടെ 2 - 2 into 1 = 0. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഈ രണ്ടിലും 0, 0യും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. 0 - 2 into 0 0 ഇവിടെ അങ്ങനെ തന്നെ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും എന്തായിട്ട് വരും? ശരിയായിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനോട് കൂടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെട്രിക്സ് തിയറി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആക്കിയായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് വെക്റ്റർ സ്പേസ് ആൻഡ് ഡൈമെൻഷൻസ് ആണ് നമ്മൾ കണ്ടേ. അപ്പോൾ ഇനി വെക്റ്റർ സ്പേസ് ആണ് കണ്ടേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ സ്പേസ് ആൻഡ് സബ്സ്പേസ് കഴിഞ്ഞു. അടുത്തത് ബേസിസ് ആൻഡ് ഡൈമെൻഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡേ നമുക്ക് അതിൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. let W be the subspace of R³ spanned by 1, 2, 1 and 0, 1, 1. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ W. അതായത് ഇവരുടെ കോമ്പിനേഷനായിട്ട് വരുന്നത് ഇവരിൽ ആരാന്നാണ് നോക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ 1 + 0 1. ഓക്കെ, 2 + 1 3. അത് വരുന്നില്ല അല്ലേ. 1 + 1 2. അപ്പോൾ എന്തായാലും ആ ഒരു പോസിബിലിറ്റി നടക്കത്തില്ല. ഇനി കുറയ്ക്കാമെന്ന് നോക്കിയാലും 1 - 0 1, 2 - 1 1, 1 - 1 0. അപ്പോൾ ഇതെന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ 3 കക്ഷികളെ നമുക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ്, ആസ് യൂഷ്വൽ നമ്മുടെ IJK തന്നെ നോക്കാം. അതല്ലേ എളുപ്പം. അതോ നിങ്ങൾ മറ്റേ ഡിറ്റർമിനൻ്റ് കാണിച്ചു തന്നോ? ഇത് നമുക്ക് ഡിറ്റർമിനൻ്റ് വെച്ച് ചെയ്ത് നോക്കാവേ. 1 2 1 0 1 1. ഫസ്റ്റ് എടുക്കുക 1 2 3. അപ്പോൾ എന്ത് വരും? 1 into 3 - 2 1. അടുത്ത -2 into 0 - 1.
-1 പ്ലസ് അടുത്തത് 1 ഇൻറ്റു 0 മൈനസ് 1. ഓക്കെ, ദാറ്റ് മീൻസ് 1 പ്ലസ് 2 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 നോട്ട് ഈക്വൽ ടു അത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പം 1 2 1 0 1 1 2 3 4. അപ്പോൾ നോക്കുമ്പോൾ 1 ഇൻറ്റു 4 മൈനസ് 3 1 ആണ്. -2 ഇൻറ്റു 0 മൈനസ് 2 പ്ലസ് 1 ഇൻറ്റു 0 മൈനസ് 2 എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ 1 പ്ലസ് 4 മൈനസ് 2 എന്ന് പറയുമ്പോഴും 0 ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം. 1 2 1 0 1 1 2 3 1. അപ്പോൾ 1 ഇൻറ്റു 1 മൈനസ് 3 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ -2 പ്ലസ് 2 ഇൻറ്റു 0 മൈനസ് 2 പ്ലസ് 1 ഇൻറ്റു 0 മൈനസ് 2. ഓക്കെ, ഭാഗ്യം രക്ഷപ്പെട്ടു. ഇവിടെ നോക്കിക്കേ, -2 -4 ആകും. ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, അപ്പോൾ എവിടെയോ നമ്മുടെ മൈനസിലാണ് പാളിപ്പോയത്. നോക്കിയാലോ, 1 2 1 0 1 1 2 3 1. ഓക്കെ, 1 ഇൻറ്റു 1 -3 -2 ആണ്. അടുത്തത് -2 ഇൻറ്റു ഇവിടെ മൈനസ് അല്ലേ, ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവ് പ്ലസ് ആൻഡ് മൈനസ് അല്ലേ. അപ്പോൾ സംഗതി ശരിയായല്ലോ. ഇവിടെ -2 -4 ആവും, +4 0. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് എന്തായിട്ട് വരുന്നത്? ലീനിയർ കോമ്പിനേഷനായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ R³ ഓവർ R ഫോം എ ബേസിസ്. ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണം, പിന്നെ സ്പാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ R³ ഓവർ R ഫോം എ ബേസിസ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏതാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിളായിട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും കോമ്പിനേഷൻ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ 1 + 2 3 ശരിയാകുന്നുണ്ട്, പക്ഷെ മറ്റതുങ്ങൾ ശരിയാകുന്നില്ല അല്ലേ. ഓക്കെ, അടുത്ത് നോക്കുവാണെങ്കിൽ 1 + 1 2 ഓക്കെയാണ്, അപ്പോൾ അതും ശരിയാവുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, 1 + 1 2 2 + 1 3 3 + 2 5. ഇത് എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണേ. ഇനി ഇവനെ ഒന്ന് നോക്കിയാൽ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇവനെ ഒന്ന് നോക്കിയാൽ 2 - 1 1 1 - 1 0 2 - 1 1. ഇതും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇവന്മാരെയും കൂടെ ഒന്ന് സെറ്റാക്കുമായിരുന്നു ശരിയായിരുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ നേരെ പോകുന്ന ലക്ഷണമില്ല. നമുക്ക് നമ്മുടെ പണിയായത് എടുക്കേണ്ടി വരില്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കാം, IJK, അല്ലെങ്കിൽ നമുക്ക് ആ ഡിറ്റർമിനൻ്റ് വെച്ച് നോക്കാം. ഓക്കെ, ഡിറ്റർമിനൻ്റ് വെച്ച് നോക്കുമ്പോൾ 1 1 1 1 2 1 1 3 1 കിട്ടി മക്കളെ. അതായത് നോക്കിക്കേ, ഡിറ്റർമിനൻ്റിൽ എടുക്കുമ്പോൾ 2 കോളംസ് 1 ആയിട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും? ഡിറ്റർമിനൻ്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ അവിടെ നോക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഡിറ്റർമിനൻ്റെ 2 കോളം 1 കംപ്ലീറ്റ്ലി വൺസ് എന്നല്ല, ഇപ്പോൾ കംപ്ലീറ്റ്ലി 2s ആയാലോ, 2 കോളംസ് ഈക്വൽ ആയാൽ അല്ലെങ്കിൽ 2 റോസ് ഈക്വൽ ആയാൽ ഡിറ്റർമിനൻ്റ് 0 ആണ്. അപ്പോൾ ഇതെന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ 1 1 1 ആണ്, ഇവിടെ 1 1 1 ആണ്. ഓക്കെ, ഇവിടെ പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ശരിക്കും 50 വരെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. 51 കൂടി ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ശരിക്കും ആ 51 ഓൺവേർഡ്സ് നമ്മുടെ ബേസിസ് ആൻഡ് ഡയമെൻഷനിൽ വരുന്നതാണ്.
ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ബേസിസ് എന്ന് പറയുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണം, സ്പാൻ ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ബേസിസ് എന്ന് പറയുന്നതാണ് എന്ത്, ഡൈമെൻഷൻ. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. ഓക്കെ, സോ നമ്മുടെ വെക്റ്റർ സ്പേസ് സബ് സ്പേസ് ഇതോടുകൂടി തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് പറയുകയാണെങ്കിൽ എനിക്കറിയാമായിരുന്നു ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്ന് പറയുക എല്ലാവരും. പിന്നെ എല്ലാവർക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.